വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നാളായിട്ട് നമ്മുടെ വാനരപ്പട ഈ വഴിക്കേ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ നല്ലോണം എല്ലാവരോടും ഒരുമിച്ചൊരു വരവ് വന്നു. അതോടുകൂടി നമ്മുടെ റോസുകളെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. മുഴുവൻ ഒടിച്ചും നമ്മുടെ മൊട്ടുകളൊക്കെ എടുത്ത് കളഞ്ഞും പൂക്കളൊക്കെ പറിച്ചും മൊത്തത്തിൽ കോളം കോരിയിട്ടിട്ടുണ്ട്. മഴ തുടങ്ങിയത് പിന്നെ നമ്മുടെ റോസിൻ്റെ ഭാഗത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതിൻ്റെ ചുവട്ടിലൊക്കെ മൊത്തം കാട് പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഴയ്ക്ക് ശേഷം നമ്മൾ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല. മഴ സമയത്ത് വളങ്ങൾ കൊടുക്കാൻ പാടില്ലെന്ന് തന്നെയാണ്. ഇത് ഇന്നലെ മൊത്തം പൂക്കളും നമ്മുടെ വാനരപ്പട ഒടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇത് ഇലകളൊക്കെ ഇങ്ങനെ ഊരി എടുത്തേക്കാണ്. ആ ഒരു സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. എപ്പോഴും ഇവന്മാരെ കാണുന്ന സമയത്ത് തന്നെ ഞാൻ ഗാർഡനിലേക്ക് ഓടും. കാരണം ആ ഒരു സമയത്ത് മനുഷ്യരാരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അടുക്കത്തില്ല കേട്ടോ. എന്ത് ചെയ്യാം, ഒടുക്കത്തെ ശല്യമാണ്. നമ്മുടെ കാസ്കുള പ്ലാന്റിൻ്റെ വള്ളിയൊക്കെ വലിച്ച് താഴത്തേക്ക് ഇട്ടിട്ടുണ്ട്. എന്നാലും ആശാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൂക്കളൊക്കെ തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ ഇപ്പം മഴ മാറി നിൽക്കുന്ന ഒരു ടൈമാണ്. 1 വീക്കായിട്ട് ഒരുപാട് മഴയൊന്നുമില്ല. ഒരു വിധത്തിൽ ചെടികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. മഴക്കാലത്തിന് മുമ്പ് നന്നായിട്ട് കെയർ ചെയ്ത് നിർത്തണം എന്ന് കരുതിയതാണ്. ബട്ട് സമയം കിട്ടിയിട്ടില്ലായിരുന്നില്ല. മഴ പെട്ടെന്നായിരുന്നു വന്നത്. പിന്നെ തുടർച്ചയായിട്ട് മഴയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ടൈമിൽ കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വളങ്ങളൊക്കെ കൊടുത്ത് കുറച്ച് ശ്രദ്ധയൊക്കെ ആവാം. അപ്പോൾ എന്ത് വളമാണ് കൊടുക്കുന്നതെന്നല്ലേ, ഞാൻ എന്തായാലും വർഷത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. എന്താണെന്ന് കാണിച്ചു തരാവേ. ആദ്യം നമ്മൾ റോസിൻ്റെ ചോട്ടിലുള്ള ചെടികളൊക്കെ പറിച്ച് മാറ്റുകയാണേ. കുറേ കാട് പിടിച്ച് കിടപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 10 മണിയുടെ വിത്ത് വീണിട്ട് ഒരുപാട് തൈകൾ പൊടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം ഞാനെടുത്ത് കളയാണ്. നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു നിന്ന കമ്പുകളാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ ഒടിഞ്ഞ് തൂങ്ങി കിടപ്പുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. കാരണം ഇനി അതവിടെ നിന്നാലും അത് വലിയ ഉപയോഗമൊന്നും ഇല്ലല്ലോ, ഒടിഞ്ഞ് കിടക്കുകയല്ലേ. ഇനി നമുക്ക് ചെടിയുടെ ചുവട്ടിലെ മണ്ണൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. അന്ന് ഒരുപാട് മണലൊക്കെ ചേർത്തിട്ടാണ് ചെടി നട്ടത് കേട്ടോ. അതുകൊണ്ട് ഇളക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതെ ഈസി ആയിട്ട് വാർന്നു പോകാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഞാൻ നല്ല നീർവാർച്ച ഉള്ളത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തിട്ടും ദാ ഈ മണ്ണ് ഇത്രയും ഡ്രൈ ആയിട്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ പോട്ട്സിലെ മണ്ണും ലൂസാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പെസ്റ്റിസൈഡ് കൊടുക്കാം ഇലകളിലും തണ്ടുകളിലും ഒക്കെ. കാരണം ഞാൻ തണ്ടുകളൊക്കെ കട്ട് ചെയ്ത സമയത്ത് എനിക്ക് കുറച്ച് പുഴുക്കളെയും അതുപോലെ തന്നെ മറ്റ് കീടങ്ങളെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പെസ്റ്റിസൈഡ് കൊടുത്താൽ മതി കേട്ടോ. ഇനിയുള്ള 2 ദിവസം മഴ പെയ്തിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു മരുന്ന് ഫലം ചെയ്യും കേട്ടോ. ഒരുവിധം എല്ലാ തരത്തിലുള്ള കീടങ്ങൾക്കും ഞാൻ ഈ ഒറ്റ പെസ്റ്റിസൈഡാണ് കൊടുക്കുന്നത് കേട്ടോ. എനിക്കിത് ഓക്കെയാണ്. എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല. സത്യം പറഞ്ഞാൽ തല പൊട്ടുന്നുണ്ട്. അത്രയ്ക്ക് വെയിലാണ്. ഇത്രയും ദിവസം തുടർച്ചയായിട്ട് മഴ പെയ്ത യാതൊരു അടയാളം പോലും ഇല്ല. ഇനി നമുക്ക് വളം കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വളം തന്നെയാണ്, പരിപാടിയാണ് നമ്മുടെ മുറ്റത്തോട്. ഇത് കുറച്ച് നാളായിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാനത് വാഷ് ചെയ്യാറില്ല. വാഷ് ചെയ്യാതെ തന്നെ എടുത്ത് ഉണക്കി വെക്കാറാണ് പതിവ്. അപ്പോൾ ഇപ്പം നന്നായിട്ട് ഉണങ്ങി സെറ്റായി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിൽ നല്ല രീതിയിൽ പൊടിച്ചെടുക്കുക. സത്യം പറയാലോ, ഒരുമാതിരി ചീഞ്ഞ സ്മെല്ലാണ്. പക്ഷെ ഗുണം അടിപൊളിയാണ് കേട്ടോ. ഇത് ഏതൊരു ചെടിക്കാണോ അതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു വളം ഫലം ചെയ്യുന്നത് റോസിന് തന്നെയാണ്. കുറേ നാൾ മുമ്പ് വരെ മുട്ടത്തോട് കൈ കൊണ്ടിങ്ങനെ പൊടിച്ച് ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുമായിരുന്നു. പക്ഷെ അത് വർഷങ്ങളോളം ഇങ്ങനെ കിടക്കും, അബ്സോർബ് ആവത്തില്ല. പക്ഷെ ഇങ്ങനെ നല്ല രീതിയിൽ പൊടിച്ചിട്ട് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് മണ്ണ് വലിച്ചെടുക്കുകയും അതിൻ്റെ ഗുണം ആ ചെടിയിൽ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. വളം ഇട്ട് കൊടുത്തതിന് ശേഷം അത് അബ്സോർബ് ആവുന്ന രീതിയിൽ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. 2-3 ദിവസം വെള്ളം ഒഴിക്കുമ്പോഴാണ് അത് നല്ല സെറ്റായിട്ട് മണ്ണിലേക്ക് ചേരുക. ഒക്കെ നിങ്ങളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ഞാൻ ചെയ്തപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ.